അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാൻ 2 പച്ച നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയതായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്യാം. ഇതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം 2 or 3 കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 3 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ. അടുത്തതും ഇതുപോലെ തന്നെ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ 3 കഷ്ണങ്ങളായിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത നേന്ത്രക്കായ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നേന്ത്രക്കായ ഒന്ന് വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നേന്ത്രക്കായ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി കുക്കർ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കേൾക്കുന്നവരെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ 3 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് ഇതിൻ്റെ ആവി മുഴുവൻ മാറിയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. അപ്പോൾ നേന്ത്രക്കായ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത നേന്ത്രക്കായയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് മാറ്റാം. ഇനി തൊലി മാറ്റിയെടുത്ത നേന്ത്രക്കായ ഒരു ഗ്രേറ്റർ കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ വേവിച്ചെടുത്ത നേന്ത്രക്കായ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്രേറ്റ് ചെയ്തെടുത്ത നേന്ത്രക്കായ ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 മീഡിയം സൈസ് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് എരിവിലാണ് ഇത് ചെയ്തിട്ടെടുക്കുന്നത്. ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയോ ചെയ്യുക. കാരണം കുറച്ച് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ചതച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇഞ്ചി പേസ്റ്റ് ചേർക്കരുത്, എന്നാൽ പിന്നെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചതച്ചെടുത്ത വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. വലിയ ജീരകം ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക, എന്നാൽ മാത്രമേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർക്കാം. ഇതിലേക്ക് എരിവുള്ള മുളക് പൊടിയാണ് 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ എരിവിന് വേണ്ടിയിട്ട് വേറൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടിയും പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. അവരവരുടെ അളവിനനുസരിച്ചുള്ള എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടുമില്ല, മീറ്റ് മസാലയും ചിക്കൻ മസാലയും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഗരം മസാലപ്പൊടി ചേർക്കുന്നില്ല, അതിന് പകരമായിട്ടാണ് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയൊന്നും കൂടി പോകരുത്, കൂടിപ്പോയാൽ പിന്നെ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേന്ത്രക്കായ വേവിച്ചെടുത്തപ്പോൾ ഉപ്പൊന്നും ചേർക്കാതെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ലാസ്റ്റിൽ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ നല്ല പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നല്ലതുപോലെ ഞെരടി സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുന്നവരെ ഇതുപോലെ ഒന്ന് ഞെരടി എടുക്കുക. നല്ല സോഫ്റ്റായിട്ട് സവാളയൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാം ഒന്ന് ഞെരടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം അപ്പത്തിനൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ എടുക്കാൻ. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ്. അരിച്ചിട്ട് വേണം കടലപ്പൊടി ചേർത്ത് കൊടുക്കാൻ. 150 ml കപ്പിന് 1/2 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം.
ഒരു കുഴഞ്ഞ പരുവത്തിനാണ് ഇതിരിക്കേണ്ടത്. ഇപ്പോൾ 1/4 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഇത് ഒഴിച്ചു കൊടുത്തു. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ലാസ്റ്റിൽ 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. നാരങ്ങ നീരും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നാരങ്ങ നീര് വേണ്ടാന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിവാക്കിയിട്ടും ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നാരങ്ങ നീര് ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. നമ്മൾ സവാള മിക്സ് ചെയ്തെടുത്തില്ല ഞെരടിയെടുത്ത സമയത്ത്, അപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കുഴഞ്ഞ പരുവത്തിനാണ് ഇരിക്കേണ്ടത്. ഒരുപാട് അങ്ങ് വെള്ളം എടുത്ത് ഒഴിക്കരുത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മിക്സ് എടുക്കുക. ഇങ്ങനെയാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത്. ഇതുപോലെ ഒന്ന് മുറിച്ച് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാണ് കുഴഞ്ഞ പരുവത്തിന്. ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ ഇതുപോലെ ഒന്ന് നമുക്ക് മുറിച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം മിക്സിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കുക. ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുക. അടൻ വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഈ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു 10 സെക്കൻഡ് ആകുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. 2 വശവും നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ലാസ്റ്റിൽ നമ്മൾ ഇത് കോരി എടുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് കോരിയെടുക്കുക. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ എല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അല്ലേ, നല്ലോണം മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. പച്ച നേന്ത്രക്കായ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.